പ്രജിത്ത്, പൊതുവിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവിച്ചവരാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. ഈ വലിയ വലിയ കുഴികളിൽ വീണ് പലർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ദുരന്തം, ഈ പദ്ധതി നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, ഫണ്ട് കേന്ദ്രത്തിൻ്റേതാണ്. പക്ഷേ അത് കൃത്യസമയത്ത് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏൽപ്പിച്ചത്. കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ സഹകരണവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യസമയത്ത് ഇത് പൂർത്തിയാക്കാനായില്ല എന്നുള്ളതാണ്. 10 വർഷത്തിന് ശേഷമാണ്, 2015 പ്രഖ്യാപിക്കുന്നു, 10 വർഷത്തിന് ശേഷമാണ് തലസ്ഥാനത്തെ 12 സ്മാർട്ട് റോഡുകൾ ഉദ്ഘാടനം ചെയ്തത്. പൊതുവിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ അഭിപ്രായം എന്താണ് പ്രജിത്ത്? അനിൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ആ റോഡുകളുടെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു, പിന്നീട് ഒരു ജോലിയും നടക്കുന്നില്ല, അത് പാതി വഴിയിൽ നിലച്ചു പോകുന്ന അവസ്ഥ പോലെ ഉണ്ടാകുന്നു. പലപ്പോഴായി BJP വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അതിനുശേഷമാണ് ഈ റോഡുകളുടെ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഒരു കേന്ദ്ര പദ്ധതി, അതിനെ കൃത്യമായി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ അതിൽ കാണിച്ച വലിയ വീഴ്ചകൾ ചർച്ചയായിരുന്നു. നമ്മൾ പലപ്പോഴും പലതവണ വാർത്ത നൽകിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ചാല ഭാഗത്തൊക്കെ ആണെങ്കിൽ തന്നെയും, ഈ പറയുന്ന വഴുതക്കാട് ഭാഗത്തൊക്കെ ആണെങ്കിൽ തന്നെയും ഈ റോഡുകളുടെ പണി കൃത്യമായി നടക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റി, ഈ റോഡുകളിൽ സ്മാർട്ട് സിറ്റിക്ക് പണി നടക്കുന്ന സമയത്ത് ആ റോഡുകളിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന, മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടക്കുകയും അത് കാരണം പലയിടങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു, ആളുകൾ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി വാർത്തകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. എനിക്ക് ഞാൻ പറയുന്ന എൻ്റെ ഓർമ്മ വെച്ചിട്ട് നോക്കുമ്പോൾ ചാല ഭാഗത്തൊക്കെ ഇത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മിക്ക ദിവസങ്ങളിലും അവിടെയൊക്കെ വെള്ളം കയറി കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിൽ കേന്ദ്ര പദ്ധതി കൃത്യസമയത്ത് നടപ്പിലാക്കുക എന്നുള്ളത് വലിയ ആവശ്യമാണ്. അതിന് പണം അനുവദിക്കുന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരാണ് അതിൽ കൃത്യമായി ഈ ഫണ്ട് ലഭ്യമാക്കുന്നതനുസരിച്ച് ഇതിലെ പണികൾ പൂർത്തീകരിക്കേണ്ടത്. പക്ഷേ പലപ്പോഴും അത് സംബന്ധിച്ച വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അനന്തപേർ കുറച്ചു മുമ്പ് കൗൺസിലർ എം ആർ ഗോപൻ സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തലസ്ഥാനത്ത് ഏതാണ്ട് 40 റോഡുകളിൽ ഈ റോഡുകൾ സ്മാർട്ട് റോഡുകളായി മാറേണ്ടതുണ്ട്. അത് കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഈ ജോലികൾ എഴുതി നീങ്ങി നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഈ 12 എന്നുള്ളത് അത് 40 റോഡുകളായി നമുക്ക് സ്മാർട്ട് റോഡുകളായി മാറ്റാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഒരു സമയത്ത്, അതായത് ഒരു വശത്ത് സർക്കാർ ഈ പറയുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കുന്നതിൽ അത് പലപ്പോഴും ഇത്തരത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയെ പോലെ സർക്കാരിന് താല്പര്യമുള്ള ഒരു ഏജൻസിക്ക് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പല സമയത്തും വീഴ്ചകൾ വരാറുണ്ട്, ആരോപണങ്ങൾ വരാറുണ്ട്, കാലതാമസങ്ങൾ വരാറുണ്ട്. തങ്ങൾക്ക് വേണ്ടവർക്ക് ഈ പദ്ധതികളുടെയൊക്കെ ആ നടത്തിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല ഇടപെടലുകളും അല്ലെങ്കിൽ മനഃപൂർവ്വം വരുത്തുന്ന വൈകലുകളും ഒക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അതുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മരാമത്ത് പണികളും ഇപ്പോൾ ചെയ്യുന്നത് ഊരാളുങ്കലാണെന്ന് നമുക്ക് തോന്നും. അത്രയധികം ഉണ്ട്. സ്വന്തം സംവിധാനമായതുകൊണ്ട് തന്നെ സർക്കാരിന് ഊരാളുങ്കലിന് കൊടുക്കുന്ന വർക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല പദ്ധതികളും കൃത്യസമയത്ത് തീരുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. അത് മറ്റൊരു വശമാണ്. ഇതേപോലെ തന്നെ ഒരു വശത്ത് പദ്ധതി നടത്തിപ്പിൽ വലിയ വീഴ്ചയുണ്ടാകുന്നു, വലിയ കാലതാമസം വരുന്നു. അതേസമയം ആ പദ്ധതി പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഏറ്റെടുക്കാൻ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ റോഡുകളുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് രാവിലെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒരു പ്രത്യേക അഭിമുഖമൊക്കെ ചില ചാനലുകളിൽ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞത് വളരെ കൗതുകരമായി എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതികൾ കേന്ദ്രത്തിൻ്റെതാണെങ്കിലും നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾക്കതിൽ മീറ്റിങ്ങുകൾ നടത്തേണ്ടത് ആരാണ്, ഈ പറയുന്ന രീതിയിൽ ഈ പ്രദേശങ്ങളിൽ റോഡൊക്കെ അല്ലെങ്കിൽ സ്ഥലങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ആരാണ്, ഇതൊക്കെ ഞങ്ങളല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് യോഗം വിളിക്കുന്നത് ഞങ്ങളായതുകൊണ്ട് ഇതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കാണ് എന്ന രീതിയിലൊക്കെയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു ചാനൽ അഭിമുഖത്തിലൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്, കേന്ദ്ര പദ്ധതി വരുന്നു, കേന്ദ്രം ഫണ്ട് നൽകുന്നു, അത് ഒരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്തിനോ വേണ്ടി കൂടുതൽ നൽകുന്നു എന്നുള്ളതല്ല, കൃത്യമായൊരു പദ്ധതി കൊണ്ടുവരുന്നു. അത് രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ, രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പറയുന്ന പണ്ട് നമ്മുടെ രാജ്യത്തെ നഗരങ്ങളെ വിലയിരുത്തിയിരുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. വിദേശികൾക്കും അല്ലെങ്കിൽ ഇവിടെ വരുന്നവർക്കുമൊക്കെ മറ്റ് സിനിമകളിൽ പോലും അല്ലെങ്കിൽ വിദേശ ചലച്ചിത്രങ്ങളിൽ പോലും ഭാരതത്തിൻ്റെ നഗരങ്ങൾക്ക് ഒരു പ്രത്യേകതരം പരിവേഷം അവർ പകർന്നു നൽകിയിരുന്നു. റോഡുകൾ തകർന്നു കിടക്കുന്ന, മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന, ഓടകൾ പൊട്ടിയൊലിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ വന്നതുകൊണ്ടുകൂടി നവഭാരതത്തിൻ്റെ പുതിയ
നവഭാരതത്തിൻ്റെ മുഖമുദ്രയായി മാറേണ്ട നഗരങ്ങൾ, അതിന് ഈ പഴഞ്ചൻ രീതികൾ പോരാ, അത് ലോകത്തെ ഏതൊരു ആധുനിക നഗരത്തോടും കിടപിടിക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് 100 നഗരങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതികൾ എന്ന രീതിയിലേക്ക് ഒരു സംവിധാനം സർക്കാർ കൊണ്ടുവരുന്നത്. ആ പദ്ധതികൾ മാതൃകയാക്കി, ഈ നഗരങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ മാതൃകയാക്കി ഭാവിയിൽ മറ്റ് നഗരങ്ങളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കുകയും തുടർന്ന് ഭാരതത്തിലെ എല്ലാ നഗരങ്ങളെയും ഏറ്റവും ആധുനികമായ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ ശരി, അങ്ങനെ മറ്റ് ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾക്കാണെങ്കിൽ ശരി, അവർക്കെല്ലാം ഒരു മാതൃക എന്ന നിലയിലാണ് ആദ്യം ഈ 100 നഗരങ്ങളെ തിരഞ്ഞെടുക്കുകയും അവിടെ ഈ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്നത്. പേര് മാറ്റിയായിരുന്നു ആദ്യം തട്ടിപ്പ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികളുടെ പിതൃത്വം അത് ഏറ്റെടുക്കുക. അതിനുശേഷം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മരുമകൻ മന്ത്രിയും സ്മാർട്ട് റോഡുകളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് ദേശീയപാതാ വികസനം. അതിൻ്റെ ഭാഗമായിട്ട് നല്ല നല്ല റോഡുകൾ വന്നു. അവിടെ പോയി ഈ സെൽഫി എടുത്ത് അത് ഫേസ്ബുക്ക് അതുപോലെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ ഹോബി. സംസ്ഥാനത്ത് 62 റോഡുകളാണ് സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നിലവിൽ വരുന്നത്. തിരുവനന്തപുരത്ത് മാത്രം 12 റോഡുകൾ. സ്വന്തം നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഒന്നുമില്ല. അതുകൊണ്ട് കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്ന പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്.